എൻ്റെ പൊന്നി ഒഴിച്ചല്ലേ ഇവരെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. രാത്രി കിടന്ന് ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയൊക്കെ ഞണ്ടൊക്കെ പറയുക. എന്തുവാന്ന് എനിക്കറിയത്തില്ല. കുട്ടി ഇടയ്ക്ക് പ്ലംബറായിട്ടോ ഇലക്ട്രീഷ്യനായിട്ടോ എവിടെങ്കിലും പോകാറുണ്ടോ? കൊതിയൻ. അപ്പോൾ ഉറക്കക്കുറവാണ് പ്രശ്നമല്ലയോ? നമുക്കൊന്നുകൂടെ നോക്കിയേക്കാം. താങ്കളുടെ പിതാവ് ഇഹലോകവാസം പിടിഞ്ഞതാണല്ലേ? അയ്യോ സത്യം, എങ്ങനെ മനസ്സിലായി? കണ്ടാലേ അറിയാൻ തന്തയില്ലാത്തവനാന്ന്. അയ്യോ അങ്ങനല്ല, തന്ത മരിച്ചിട്ടുണ്ടാവുമെന്ന് സാരം. മൈരി ശാന്തി കിട്ടിയിട്ടില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഒരറിയപ്പെടുന്ന ഒരു തിരുമേനി ശൂലത്തിൽ പറഞ്ഞു വിട്ടയാന്നല്ലോ എൻ്റെ അച്ഛനെ. ഹൈ, ശൂലത്തെ കയറ്റി വിടാൻ തന്റെ തന്ത എന്താ ലുട്ടാപ്പിയാണോ? അപ്പൊ ആവാഹനം നടത്തിയതാണല്ലേ? ഓം ഖര ഖര ഘോര ഘോര കുഹു കുഹു കഹ കഹ പ്രേതാനന്ദമൈ ആവാഹ സ്വാഹ. കെട്ടിപ്പോയി. ചന്ദനമുട്ടി ഇല്ല, ഊമ്പിക്കോ. സ്വാഹ. ഇനി തിരുമേനിയുടെ മാന്ത്രികതണ്ട് അച്ഛന് സ്വന്തം. ഇല്ല, നിന്റെ അച്ഛൻ പോയിട്ടില്ല. ഇപ്പൊ സഞ്ചരിച്ചോണ്ടിരിക്കുക. ആ ആവാഹനം നടത്തിയതിനെ വിളി. ഹലോ തിരുമേനി, ഇപ്പൊ എവിടാ? ഞാൻ നാട്ടിപ്പോ പുതിയ കായംകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്റെ അച്ഛനെ പോയിട്ട് പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഹൈ, എങ്ങനെ പിടുത്തം കിട്ടാനാ? ആളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നല്ലേ താങ്കൾ പറഞ്ഞേ. താങ്കൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നോക്കാം. ഒരു കപ്പുണ്ടെങ്കിൽ ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ, ഞാൻ നോക്കട്ടെ. അവനിപ്പോ സഞ്ചാരം നിർത്തി ഇരുണ്ട റൂമിൽ നേരിയ വെളിച്ചത്തിൽ ഇരിപ്പുണ്ട്. ആവാഹിച്ചനെ വിളി. ഹലോ തിരുമേനി എവിടാ? ദ്വാമിപ്പോ ഒരു സോമരസായന പൂജയിലാ. നാവൊക്കെ വല്ലാണ്ട് കുഴയണേ. പോവാ ലച്ചന്റെ പൂജയുടെ. നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഹൈ, താനീ TV കളിക്കുക, ഒന്നുകൂടെ ഒന്ന് നോക്കുക. നാശം, ഒന്ന് നോക്കട്ടോ. താങ്കളുടെ അച്ഛൻ ഇപ്പൊ ഒലയ്ക്ക് നെല്ല് കുത്തിക്കൊണ്ടിരിക്കുക. നെല്ലോ ഒലക്കിയോ? അച്ഛനോ? വിളിക്ക്, ആ ആവാഹത്തിനെ വിളി. ഹലോ എന്തുവാണോ? തിരുമേനി ഇപ്പൊ എവിടാ? ഞാനിപ്പോ കാതിന്റെ ഞാനൊരു ആവാഹിക്കോ വെച്ചിട്ട് പോടോ ചുംബൻ.